ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോൾ രാവിലെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല കാലാവസ്ഥയാണ്. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലത്തെ വെയിൽ നല്ല ഭംഗിയല്ലേ അത് കൊള്ളുമ്പോഴും. അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് രാവിലത്തെ ഒരു വെയിലേൽക്കുമ്പോൾ. പിന്നെ നമ്മൾ കുഞ്ഞു മുറ്റം താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അടുത്താണ് നമ്മുടെ കിണർ വരുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്, ആഴമുണ്ട്. അപ്പോൾ ആഴമുള്ളത് കൊണ്ട് നല്ലപോലെ കാണാൻ പറ്റില്ല, പക്ഷെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇതൊരു ഒരേ ഒരു തെങ്ങാണ് നമ്മൾ വീട്ടിലുള്ള. തേങ്ങയുണ്ട് കേട്ടോ. തേങ്ങ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഴാറുണ്ട്. പിന്നെ ഇത് നമ്മൾ ആയുർവേദമായിട്ടുള്ളൊരു സസ്യമാണ്. നെച്ചി എന്ന് പറയും. ആവി പിടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ചെറിയൊരു കൃഷിസ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് മുളക് തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൂവിടുന്നതും കായ്ക്കുന്നതൊക്കെ കാത്ത് വെയിറ്റിംഗ് ആണ്. ഇതുവരെയായിട്ടും ഒന്നും വന്നിട്ടില്ല. നോക്കാം. പിന്നെ നമ്മളൊരു സുന്ദരി ചെടിയുണ്ട്. പിന്നെ ഇത് നാരകമാണ് കേട്ടോ. മരമായിരുന്നു, വെട്ടിക്കളഞ്ഞു. പക്ഷേ അതിൽ നിന്ന് കിളിർത്ത് വന്നതാണ്. നമ്മൾ ഈ കുഞ്ഞു നാരങ്ങയുടെ വലിയ സൈസ് വരുന്നതാണ് കേട്ടോ. അച്ചാറിടാനൊക്കെ ബെസ്റ്റായിട്ടുള്ളതാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇഞ്ചി തൈകൾ നട്ടിട്ടുണ്ട് കേട്ടോ. കിളിർത്ത് വരുന്നുണ്ട്, വലുതായിട്ടില്ല, കുഞ്ഞതാണ്. പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ്. അപ്പോൾ അതിന് ചേർന്ന് ഞാൻ കറ്റാർവാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ, ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണ്. ബോട്ടിലാണ് ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കംഫർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതും കളഞ്ഞിട്ടില്ല. അതിൽ ഞാൻ 10 മണിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ വളരട്ടെ, പൂവിടട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മുറ്റമാണ് കേട്ടോ. പിന്നെ ഇവരെയൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത്, നമ്മൾ പെയിൻറ്റ് വാങ്ങിക്കുന്ന ബോട്ടിലില്ലേ, അപ്പോൾ അതിൽ ഞാൻ ചെടി നട്ടതാണ്. വളർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ചെറിയൊരു മണി പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ കുഞ്ഞ് ചട്ടിയിൽ ഞാനിങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ചുവന്ന ഒരു റോസ തൈയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കിളിർത്ത് വരുന്ന ഒരു ഭാഗം ഒരു വാടി ഇരിക്കുക. അപ്പോൾ കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. കാരണം വെച്ചാൽ നമ്മളെന്നും വെള്ളം ഒഴിക്കുന്നതല്ലേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് അറിയില്ല. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വരട്ടെ, നല്ലപോലെ വരട്ടെ. പിന്നെ ഇത് നമ്മുടെ സുന്ദരിയാണ്. സുന്ദരി പൂവാണ്. പിന്നെ ഇത് ചെറിയൊരു ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മൾ നീല കളറാണ്. അപ്പോൾ നീല ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ അത് പൂ വന്നാൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് അച്ഛനാണ്. പിന്നെ ഇത് ഒരു ഇലച്ചെടിയാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഈ ചിരട്ടയിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് അച്ഛൻ കിടക്കുന്ന സ്ഥലമാണ് തെങ്ങിൻ തൈ നിൽക്കുന്നത്. പിന്നെ ചെമ്പരത്തി പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പണ്ട് നമ്മൾ മിക്സി ഉപയോഗിക്കുന്നതിന് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആട്ടുകല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് വെള്ളം ഒഴിച്ചിടുമ്പോൾ ഈ കിളികൾ വരും കേട്ടോ. കരിയില കിളികൾ, കാക്ക, അവരൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. അതിൽ നിറയെ വെള്ളം വയ്ക്കുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം അവർക്കൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇത് ചെടിയാണോ മരമാണോ എന്നറിയില്ല. അച്ഛൻ നട്ടിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത് നമ്മളൊരു കാട്ടുതെറ്റിയാണ് കേട്ടോ. സാധാ തെറ്റിയല്ല, പക്ഷെ പൂവിടുന്നുണ്ട്. നമുക്ക് വിളക്ക് വയ്ക്കുമ്പോൾ പൂവെടുക്കുന്നതൊക്കെ അതിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം പടർന്നു പോകാനായിട്ട് കമ്പിൽ ഞാൻ വള്ളി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു തുളസിത്തറയുണ്ട് കേട്ടോ. മുക്കുറ്റിയുണ്ട്. നമ്മൾ കൃഷ്ണ തുളസിയാണ് കേട്ടോ. 2 ടൈപ്പ് തുളസി വരുന്നുണ്ടല്ലോ. നല്ല ഡാർക്ക് കളറുള്ളതാണ് കൃഷ്ണ തുളസി എന്ന് പറയുമ്പോൾ.
അപ്പോൾ അത് ഉണ്ട്. പിന്നെ അത് ചേർന്ന് തന്നെ നമുക്കൊരു കണിക്കൊന്നയാണ് കേട്ടോ. 3 വർഷം പ്രായമുള്ളതാണ്. അച്ഛൻ നട്ടതാണ്. ഇപ്പോൾ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അവരും പൂക്കുന്നത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ ഇതൊരു പട്ടുറോസയാണ് കേട്ടോ. നിറയെ പൂവുണ്ടായിരുന്നു, അതെല്ലാം കൊഴിഞ്ഞു പോയതാ. പൂത്ത് നിന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരുമിച്ച് പൂത്ത് വയ്ക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള തെറ്റിയാണ് കേട്ടോ. നല്ല കൊലച്ച് ഇങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതെൻ്റെ ജാമമരം കേട്ടോ. നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ കഴിഞ്ഞു എന്ന് തോന്നുന്നു. കഴിഞ്ഞു, ഇപ്പോൾ ഇല്ല. പിന്നെ ഇത് നമ്മളെ ആലിൻ്റെ ടൈപ്പ് വരുന്ന ഒരു മരമാണ് കേട്ടോ. ആലില നല്ല തണലാണ്, നമുക്കവിടെ പോയി ഇരിക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴയ 2 വർഷം കൊണ്ട് താമസമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഓട് പാകിയിരുന്നു കേട്ടോ. മേൽക്കൂര പോലെ പാകിയിരുന്നു. അപ്പോൾ അത് പൊട്ടി വീണു. അപ്പോൾ പണിയുണ്ട്, വീട്ടിൽ പണി ഉള്ളത് കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. പിന്നെ അതാ ഇവിടെ കുറച്ച് ചട്ടിയിൽ സുന്ദരികളെ വെച്ചിട്ടുണ്ട്. അവരാരും പൂത്തിട്ടില്ല ഇതുവരെ, പൂ വന്നിട്ടില്ല. ഇവിടെ ഒരാൾ പൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. കണ്ടോ, 2 തോട് പോലെ. അപ്പോൾ അതിൽ വീട്ടിനോട് ചേർന്ന് തന്നെ മേൽക്കൂര ഉണ്ടായിരുന്നു, ഓട് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടി വീഴുക ചെയ്തു. പിന്നെ ഇതിലൊക്കെ ഈ ചട്ടിയിലൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. കുറച്ച് നാളെ ആവുള്ളൂ ഞാൻ ഇതൊക്കെ വെച്ച് തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആരും അങ്ങനെ പൂത്ത് തുടങ്ങുമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണ്. ഇത് വെള്ളത്തിൽ നമുക്ക് വെക്കാം, ചട്ടിയിലും കിളിർപ്പിച്ചെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സുന്ദരിയുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ പരിപാടികളാണ്. പിന്നെ ഇതൊക്കെ ചിതലിൻ്റെ പരിപാടികളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ, ഇപ്പം അവരുടെ പരിപാടിയാണ് അതൊക്കെ. പിന്നെ ഇതൊരു പച്ചപ്പുള്ള ഒരു ചെടിയാണ് കേട്ടോ. കണ്ട് ഭംഗി തോന്നി ഞാൻ എടുത്തിട്ട് വന്നതാണ്. കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല പന്തലിച്ച് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അത് വരട്ടെ, പെട്ടെന്ന് കിളിർക്കട്ടെ എന്ന് വെച്ചിരിക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. രാവിലത്തെ വെയിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇറങ്ങിയിരിക്കാനും ഒക്കെ, മുറ്റത്ത് നിൽക്കാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ചെറിയ ഡൗട്ടുണ്ട്, കിളിർക്കുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് അതിൻ്റെ കിഴങ്ങ് കൂടി ഉണ്ടെങ്കിലേ കിളിർക്കൂ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. അറിയില്ല, വെച്ച് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കരിയിലൊക്കെ എടുത്ത് ആദ്യം സെറ്റാക്കി. പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇറക്കിയിട്ടുണ്ട്, വെള്ളമൊക്കെ ഒഴിച്ച്. അപ്പോൾ അവർ നല്ല രീതിക്ക് വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പൊട്ടിയ ചട്ടി എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആക്കാം എന്നുള്ളൊരു പരിപാടിയാണ് ഇതിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ പൊട്ടിച്ച ചട്ടിയാണ് കേട്ടോ. കലമാണ്, കുഞ്ഞു കലമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കി എടുത്തപ്പോൾ എന്തെങ്കിലും നടാമെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനേ. അപ്പോൾ ഞാനെന്തായാലും അതിനകത്ത് ഒരാളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാൻ വേറൊരു സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ താങ്ക് യു.